എന്തായാലും വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി JNU പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷ തുടരുന്നു. ജാതി അധിക്ഷേപം നടത്തിയ വൈസ് ചാൻസലർ ഡോക്ടർ ശാന്തിശ്രീ ദുലിപ്പുടി പണ്ഡിറ്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടിയാണ് VCയുടെ നടപടികളെന്ന് SFI ദേശീയ പ്രസിഡന്റ് ആദർശം സജി 24 പറഞ്ഞു. 2014 മുതൽ നരേന്ദ്രമോദി എന്ന നവഫാസിസ്റ്റും അതോടൊപ്പം തന്നെ ദേശവിരുദ്ധ സംഘടനയായ സംഘപരിവാറും RSSും JNU സർവകലാശാലയെ രാജ്യത്തെ സർവകലാശാലകളെല്ലാം കലാപകലുഷിതമാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് JNU വൈസ് ചാൻസലർ ശാന്തിശ്രീ പണ്ഡിറ്റ് ഉൾപ്പെടെ ഇതിനു വേണ്ടിയുള്ള നേതൃത്വമായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങളും വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിലയിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ JNUവിലെ വിദ്യാർത്ഥികൾ തയ്യാറാകില്ല. ശക്തമായ പ്രതിരോധം ആ ക്യാമ്പസിനകത്ത് ഉയർത്തിക്കൊണ്ട് വരുമെന്നുള്ളതാണ്. PR വിവരങ്ങൾ വെച്ചിരുന്നു. അരവിന്ദ്, ഈ VCയുടെ നടപടികൾക്കെതിരെ നേരത്തെയും പല പ്രതിഷേധങ്ങളോട് ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ അവിടെയൊക്കെ അറസ്റ്റിലാവുന്ന കുട്ടികൾക്കെതിരെ മാരകമായ വകുപ്പുകൾ ചുമത്താറുണ്ട്, ജാമ്യം കിട്ടാൻ കഷ്ടപ്പെടാറുണ്ട്. ഇതിപ്പോൾ ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കിട്ടി അല്ലേ അരവിന്ദ്? ഹാഷ്മി, ഇന്നലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 14 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് ഇപ്പോൾ പട്ടിയാല ഹൗസ് കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. 25,000 രൂപയുടെ ബോണ്ടിലാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ബോണ്ട് സമർപ്പിക്കുന്ന സമയത്ത് ബാക്കി വിദ്യാർത്ഥികൾ കൂടി പുറത്തിറങ്ങും എന്നതാണ് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളടക്കം JNUവിൽ നടക്കുന്നു. പ്രധാനമായും 2 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ജാതി അധിക്ഷേപം നടത്തിയ JNU VC രാജിവെക്കുക, അതുപോലെ തന്നെ രോഹിത് ആക്ട് നടപ്പിലാക്കുക, UGC നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഒരു പ്രതിഷേധ മാർച്ച് നടക്കുകയും ആ പ്രതിഷേധ മാർച്ചിലേക്ക് ABVPയുടെ ചില അതിക്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ABVP ഒഴികെയുള്ള ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ ആരംഭിച്ച പ്രതിഷേധം രാത്രി വൈകിയും JNU ക്യാമ്പസിനുള്ളിൽ തുടർന്നിരുന്നു. പക്ഷേ പോലീസിന്റെ വലിയ ഒരു നിയന്ത്രണം ആ മേഖലയിൽ തുടരുകയാണ്. 3 നിരയിലാണ് ബാരിക്കേഡുകൾ ഈ ക്യാമ്പസിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും വിദ്യാർത്ഥികളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നതാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പക്ഷേ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആ ദിവസം SFI VCയുടെ നടപടികൾ നേരത്തെയും പ്രതിഷേധമായിട്ടുണ്ട്. ഇക്കുറിയും അത് സംഭവിക്കുന്നുണ്ട്. എന്തായാലും അവിടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.